നമ്മുടെ ചെറുക്കൻ അമല് അപ്പൊ ഒരു ഷെയ്ഡിങ് വർക്ക് പെടക്കാൻ വേണ്ടിയാണ് ഞാനപ്പോ ഒരു വെളുത്ത തൊട നോക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെളുത്ത തൊട വന്നിട്ടുണ്ട്. ഇതാണ് ആ വെളുത്ത തൊട ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഡിസൈനാണ് അമല് അപ്പൊ അടിക്കാൻ പോണത്. അതിനകത്ത് കൂടുതലും ഷെയ്ഡിങ് വർക്കാണ്. സ്മൂത്ത് ഷെയ്ഡും കോൺട്രാസ്റ്റ് ഒക്കെ പഠിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഇതാണ് നമ്മുടെ സ്റ്റെൻസില് നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കർവ് നോക്കണേ, അതെങ്ങനെ കർവിന്ന് അവസാനിക്കണ്ടെന്ന് നോക്കണം. ലാർജ് ഏരിയ അല്ലേ, വിരല് കൊണ്ട് കുത്തിപ്പിടിക്കണമെന്നില്ല. ഏറ്റവും പെർഫെക്ഷൻ മേഖല കൊണ്ട് തന്നെ ചെയ്യണം. ഒരു റിയലിസ്റ്റിക്കലി ഭയങ്കര ബോൾഡായിട്ടുള്ള ലൈമാന്നുണ്ടെങ്കിൽ ആ സെറ്റപ്പ് നമുക്ക് ആ ആംഗിളിൽ പറ്റുമോ ചെയ്യാൻ. ഇങ്ങനെ കൈ പിടിക്കാൻ പറ്റില്ല, ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെയല്ല ചെയ്യണ്ടേ. സാധനമല്ലേ, എന്തിനാണ് അതൊക്കെ വരക്കാൻ പോണത്. ഇങ്ങെടുക്കാൻ പാടില്ലേ, ഈ പണിയാണ്ടല്ല. അതൊക്കെ എണീറ്റിരിക്കണമെങ്കിൽ എണീറ്റ് ഇരുന്ന് ചെയ്യണമെങ്കിൽ ഇരുന്ന് ചെയ്യുക. ഏതാണ് കംഫോർട്ട്. ബാക്കിയുള്ള സ്റ്റെൻസിന് മാഞ്ഞു പോലല്ല. കണ്ണ്, ചുണ്ട്, മൂക്ക്, ഇതിനകത്ത് ഒരിക്കലും നമുക്ക് മിസ്റ്റേക്ക് വരാൻ പാടില്ല. റിയലിസ്റ്റിക്കലി പോർട്രേറ്റ് വരാൻ നടത്തും. ഒരാളുടെ ഫേസ് വരുന്നുണ്ടെങ്കിൽ കണ്ണിന്റെ ബോർഡറൊക്കെ ക്ലീൻ ആയിരിക്കണം. ലൈൻസ് എന്ത് കണ്ണിന് രണ്ടും വ്യത്യാസം ഉണ്ടല്ലേ. നിന്റെ കണ്ണിന്റെ വലിപ്പം ഞാനിപ്പോ മാറ്റോട്ടെ മര്യാദ. കഴിയാറായല്ലേ? അപ്പൊ നമ്മുടെ വർക്ക് കഴിയാറായിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് നോക്കിക്കോ.